ഇത് നമുക്ക് നല്ലൊരു അടിപൊളി വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ? അത് ഞാൻ ആദ്യം പാലൊക്കെ എടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ച് അതിനെ ആട നീക്കൂട്ടോ. നീക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ചൂടാറിയതിന് ശേഷം പിന്നെ ഒന്നും കൂടി തിളപ്പിക്കും. പിന്നെ അതിൻ്റെ ആട വരുന്നത് അതും കളഞ്ഞിട്ട് അങ്ങനെ മുഴുവനും കൊഴുപ്പ് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ പാലെടുത്തിരിക്കുന്നത്. പാല് നല്ലപോലെ തണുത്തതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. കൊഴുപ്പില്ലാത്ത പാലെടുക്കുക, ഫാറ്റ് ഇല്ലാത്തത്. പാലെടുത്തിട്ട് ഞാനൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇടുന്നത് 2 ടീസ്പൂൺ ചിയാ സീഡാണ്. ഈ ചിയാ സീഡിൽ ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉള്ള കാരണം കൊണ്ട് നമുക്കത് കഴിച്ചാൽ വയറ് ഫില്ലായ പോലെ ഉണ്ടാവും. പെട്ടെന്ന് വിശക്കൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഞാനൊരു 3-4 കറുത്ത മുന്തിരി ഇടുന്നുണ്ട്. അത് നല്ലപോലെ കഴുകിയിട്ടാണ് ഇടുന്നത്. ഇത് രണ്ടും പാടെ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. രാത്രി ഉണ്ടാക്കി വെക്കണത്. രാത്രി ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ വെച്ച്. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ചിയാ സീഡൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പാല് നല്ല ചില്ലൊന്നായിട്ടുണ്ട്. ഇത് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ രാവിലെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ കലക്കി വെച്ച ചിയാ സീഡ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴവും മാങ്ങയും ആപ്പിളുമാണ്. നിങ്ങൾ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നേന്ത്രപ്പഴം എടുത്താൽ മതി കേട്ടോ. അത് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റോബസ്റ്റ എടുത്തിരിക്കുന്നത്. അതെല്ലാം തോല് കളഞ്ഞതിന് ശേഷം നല്ലപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സുകളും രാത്രി തന്നെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ രാവിലെ എടുത്തിട്ടാണ് ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം പാടെ രാത്രി തന്നെ മിക്സ് ചെയ്ത് ഇതിലേക്ക് വേണമെങ്കിൽ 1 ടീസ്പൂണ് പിന്നെ ഓട്സും നല്ലപോലെ ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് അതും ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ മിക്സ് ചെയ്തിട്ട് രാത്രി ഫ്രിഡ്ജിൽ വെക്കുക. അത് രാവിലെ എടുത്തിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇല്ല രാവിലെ അതുപോലെയൊക്കെ മിക്സ് ചെയ്തിട്ട് കുടിച്ചാലും നല്ലതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് അത് 1 ടീസ്പൂണ് തേൻ ഒഴിച്ചിട്ട്, നിർബന്ധമല്ല തേൻ, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഇതെല്ലാം പാടെ കലക്കിയിട്ട് ഒരു ഗ്ലാസ് കുടിച്ചാൽ രാത്രി ആയാലും രാവിലെ ആയാലും ഒരു ഗ്ലാസ് കുടിച്ചാൽ വിശക്കുകയില്ല. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബായ്. ഓക്കെ, താങ്ക് യു.